ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആരിഫ അൻസാർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നാം ഘട്ട 10th പ്രിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അതുമായി അനുബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വിവരങ്ങളുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനം തീർച്ചയായും നിങ്ങൾക്ക് ഇനി ഉള്ള പ്രിലിംസ് പരീക്ഷകളിൽ ഇനി അടുത്ത ഫേസുകളിലൊക്കെ എഴുതാൻ പോകുന്നവർക്ക് തീർച്ചയായും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു പഠനം നടത്തിയിട്ട് മാത്രമാണ് ഇനിയുള്ള ഘട്ടങ്ങളിലുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതാൻ പോകാവുള്ളൂ. കാരണം ഈ പഠനം കൊണ്ട് മാത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് 30 മുതൽ 40 മാർക്ക് വരെ എക്സ്ട്രാ കിട്ടിയേക്കാം. കാരണം അത്രയധികം കണക്റ്റിംഗ് ഫാക്ട്സ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ റിവിഷൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഫൈനൽ ടച്ച് ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്തവർക്ക് പോലും ഒരുപക്ഷെ കുറച്ച് നാളായിട്ട് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാതെ ഒക്കെ ഇരിക്കുന്നവർക്ക് പോലും വളരെയധികം ഉപകാരപ്രദമാവും ഇത്തരത്തിലുള്ള പോയിന്റ് ഔട്ട് ചെയ്തുള്ള ഒരു പഠനം. അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം തീർച്ചയായും ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം നമുക്കറിയാം. ഉത്തര മഹാസമതലം ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല, അതുമല്ലെങ്കിൽ ഹിമാലയൻ പർവ്വത മേഖല, പിന്നെ വരുന്നതാണ് ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ് അഥവാ ഉത്തര മഹാസമതലം, ഗംഗാട്ടിക് പ്ലെയിൻ ഒക്കെ ഉൾപ്പെടുന്ന ഉത്തര മഹാസമതല മേഖല. അതിനുശേഷം അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമി അല്ലേ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്, അത് കഴിഞ്ഞ് നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഉപദ്വീപീയ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ത്രികോണാകൃതിയുള്ള പീഠഭൂമിയായിട്ട് ഡെക്കാൻ പീഠഭൂമിയുണ്ട്. പിന്നെ ഈ പീഠഭൂമിയുടെ രണ്ട് സൈഡിൽ കൂടെയും തീരസമതലങ്ങളുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ ഭൂപ്രകൃതി ജസ്റ്റ് ഒന്ന് ഇവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലം എന്ന് പറയുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ സമതല പ്രദേശങ്ങളിൽ ഒന്നാണ്. ലോകത്തിലും തന്നെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സമതല പ്രദേശങ്ങളിൽ ഒന്നാണ്. എക്കൽ സമതലമാണ് നമ്മുടെ ഉത്തര മഹാസമതല പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തീരസമതലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 7516.16 ആണ്. 7516.16. പക്ഷേ ഇത് ഇന്ത്യയുടെ ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ തീരവും പിന്നെ ഈ ലക്ഷദ്വീപ് അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഇവയുടെ എല്ലാം കൂടെ തീരവും ചേർത്തതാണ് ഈ 7516.16 എന്ന് പറയുന്ന ഫിഗർ. പക്ഷേ ഉപദ്വീപീയ ഇന്ത്യയുടെ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗത്തിൻ്റെ മാത്രം തീരദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6100 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലും ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ഉപദ്വീപീയ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻ ലാൻഡ്, ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് ചോദിച്ചാൽ 6100 കിലോമീറ്റേഴ്സ് എന്നും, എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് ചോദിച്ചാൽ 7516.16 കിലോമീറ്റേഴ്സ് എന്നും നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ പറയാനുള്ളത് തീരസമതലങ്ങളുടെ പേരുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തീരസമതലങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത്. തീരസമതലങ്ങളുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരുപക്ഷെ നിങ്ങളൊക്കെ പഠിച്ചു പോയ കാര്യങ്ങളായിരിക്കാം. നോക്കുക, ഇവിടെ ഏറ്റവും സൗത്ത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള കർണാടക തീരം അറിയപ്പെടുന്നത് എന്താണ്? മലബാർ കോസ്റ്റ് എന്നാണ്. കേരള കർണാടക തീരം അറിയപ്പെടുന്നത് മലബാർ കോസ്റ്റ് എന്നാണ്. അതിന് മുകളിലേക്ക് ഈ പറഞ്ഞ ഗോവ മഹാരാഷ്ട്ര തീരം അറിയപ്പെടുന്നത് കൊങ്കൺ കോസ്റ്റ് എന്നാണ്. ഗോവ മഹാരാഷ്ട്ര തീരം അറിയപ്പെടുന്നത് എന്താണ്? കൊങ്കൺ കോസ്റ്റ്. ഓക്കെ ആണോ? അപ്പോൾ ശരിക്കും ഇങ്ങനെയായിരിക്കും ചോദിക്കുക. പടിഞ്ഞാറൻ തീരത്തിൻ്റെ തെക്കു ഭാഗം അറിയപ്പെടുന്നത് മലബാർ കോസ്റ്റ്. പടിഞ്ഞാറൻ തീരത്തിൻ്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശമാണ്, നമ്മുടെ സ്വന്തം കേരള തീരപ്രദേശമാണ് മലബാർ കോസ്റ്റ്. ഇനി പടിഞ്ഞാറൻ തീരത്തിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത്, അതായത് മഹാരാഷ്ട്രൻ തീരം അറിയപ്പെടുന്നത് കൊങ്കൺ കോസ്റ്റ്. ഇനി കൊങ്കൺ കോസ്റ്റിന് മുകളിലായിട്ട് നമുക്കറിയാം ഗുജറാത്ത് അല്ലേ. ഗുജറാത്തിന് പ്രദേശങ്ങളുണ്ട്. ഗുജറാത്തിൻ്റെ പ്രദേശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ തീരപ്രദേശമല്ല, അവിടെ ചതുപ്പ് നിലമാണ്.
റാൻ ഓഫ് കച്ച് എന്ന് പറയും. റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന ചതുപ്പ് നിലങ്ങൾ, റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന ചതുപ്പ് നിലങ്ങൾ ഏത് സ്റ്റേറ്റിന്റെ ഭാഗമാണ്? ഗുജറാത്ത് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് വന്നാൽ, കിഴക്കൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് തീരം അറിയപ്പെടുന്നത് കോറമാൻഡൽ കോസ്റ്റ് എന്നാണ്. തമിഴ്നാട് തീരം അറിയപ്പെടുന്നത് എന്താണ്? കോറമാൻഡൽ കോസ്റ്റ്. അപ്പൊ തമിഴ്നാട് ആന്ധ്ര തീരങ്ങളാണ് കോറമാൻഡൽ കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ആന്ധ്രയ്ക്ക് മുകളിലേക്കുള്ള സ്ഥലം, ഇവിടെ കുറച്ച് ഒഡീഷയുടെ ഭാഗങ്ങൾ വരും അല്ലെ. ഒഡീഷയുടെ ഭാഗം ഉത്കൽ പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത്, ഉത്കൽ സമതലം. ഉത്കൽ പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒഡീഷയുടെ തീരമാണ് ഉത്കൽ സമതലം, ഉത്കൽ പ്ലെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ജനഗണമനയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? ദ്രാവിഡ ഉത്കല ബംഗ അല്ലെ. ദ്രാവിഡ ഭാഗം അതായത് ദക്ഷിണ ഭാഗം, ദെൻ ഉത്കല ഉത്കല ഭാഗം അതായത് ഒഡീഷയുടെ ഭാഗം, ബംഗാളിന്റെ ഭാഗം. അപ്പൊ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഉത്കൽ പ്ലെയിൻസ്. പിന്നെ നോക്കുക, നോർത്ത് സൈഡിലേക്ക് കുറച്ചുകൂടെ ബംഗാളിന്റെ തീരത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ഒഡീഷ വടക്കൻ തീരം അതായത് കിഴക്കൻ തീര സമതലത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാർസ് എന്ന പേരിൽ കൂടി അറിയപ്പെടും. വടക്കൻ സിർക്കാർസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ്? മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, റാൻ ഓഫ് കച്ച്, ഇത്രയും പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി കിഴക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, തെക്ക് നിന്ന് തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയാൽ കോറമാൻഡൽ കോസ്റ്റ്, അതിന് തൊട്ടുമുകളിലായിട്ട് ഒഡീഷയുടെ തീരപ്രദേശം, പിന്നെ അതുപോലെ വടക്കൻ സിർക്കാർസ് എന്നും അറിയപ്പെടുന്ന തീരപ്രദേശം. അപ്പോൾ ഇത്രയാണ് തീരപ്രദേശം നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണ്ടത്. പിന്നെ നോക്കുക, ഡക്കാൻ പീഠഭൂമി അറിയാം അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ലാവാ പീഠഭൂമിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമികളിൽ ഒന്നാണ് ഡക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയാണ്. പിന്നെന്താണ്? ലാവാ പീഠഭൂമി ആയതുകൊണ്ട് തന്നെ ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന കറുത്ത പരുത്തി മണ്ണ് അല്ലേ, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന മേഖലയാണ് ഡക്കാൻ പീഠഭൂമി. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താണ്? ഹിമാലയ പർവ്വത മേഖലയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കുക. ഹിമാലയ പർവ്വതം എന്ന് പറയുമ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അങ്ങനെയാണ് ഡയറക്റ്റ് ആ ഹിമാലയ പർവ്വത മേഖലയുടേത്. എങ്ങനെയാണത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇങ്ങനെയാണ് ഉയരം അനുസരിച്ച് ആ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമാണെന്ത്? ട്രാൻസ് ഹിമാലയം എന്നും, ഹിമാലയ പർവ്വതത്തിൻ്റെ കിഴക്കൻ ഭാഗമാണെന്ത്? പൂർവാചൽ അല്ലെങ്കിൽ പട്കായ് മലനിരകൾ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നടുക്കുള്ള ഭാഗമാണ് ശരിക്കും ഹിമാലയ പർവ്വതനിരകൾ എന്ന് പറഞ്ഞ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ ഉയരം അനുസരിച്ച് 3 ഡിവിഷനായിട്ട് നമ്മൾ പഠിക്കുന്നത്. വടക്ക് പടിഞ്ഞാറുള്ള ഭാഗം ട്രാൻസ് ഹിമാലയം, കിഴക്കൻ അറ്റം പൂർവാചൽ അഥവാ പട്കായ് മലനിരകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അത്രയും ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഉപദ്വീപീയ നദികൾ ഉൾപ്പെടാത്ത നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപദ്വീപീയ നദി എന്ന് പറയുമ്പോൾ നർമ്മദ, താപ്തി, മഹാനദി, കാവേരി ഇതൊക്കെ തന്നെ ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ നർമ്മദ, താപ്തി, മഹാനദി, കാവേരി ഇതൊക്കെ എന്താണ്? ഉപദ്വീപീയ നദികളാണ്. അതായത് ഉപദ്വീപീയ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളാണ്. നേരെ മറിച്ച് ലൂണി എന്താണ്? ലൂണി എന്ന് പറയുന്നത് എവിടെ കൂടെ ഒഴുകുന്ന നദിയാണ്? ലൂണി എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. രാജസ്ഥാനിൽ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏക നദി അത് ലൂണിയാണ്. ഇന്ത്യയിൽ സമുദ്രത്തിൽ പതിക്കാതെ റാൻ ഓഫ് കച്ചിൽ വന്ന് അപ്രത്യക്ഷമാകുന്ന ഏക നദി അത് ലൂണിയാണ്. അപ്പോൾ നോക്കുക, ലൂണി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർക്കണം? ഉപദ്വീപീയ നദികൾ ഉൾപ്പെടുന്നില്ല. പിന്നെ രാജസ്ഥാനിൽ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നു. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഏക നദിയാണ്. സമുദ്രത്തിൽ പതിക്കുന്നില്ല. റാൻ ഓഫ് കച്ചിലെ ചതുപ്പിൽ വന്ന് അപ്രത്യക്ഷമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം ലൂണി നദിയെക്കുറിച്ച്. ഓക്കെ ആണല്ലോ. പിന്നെ നർമ്മദ, താപ്തി, മഹാനദി, കാവേരി ഇവയെക്കുറിച്ചൊക്കെ. നർമ്മദ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ, ഉപദ്വീപീയ ഇന്ത്യയിൽ വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. അതുപോലെ
ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് നർമ്മദയാണ്. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ നർമ്മദയാണ്. പിന്നെ ഉപദ്വീപീയ നദികളിൽ തന്നെ പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്ന രണ്ട് നദികളേ ഉള്ളൂ. അതൊന്ന് നർമ്മദയും ഒന്ന് താപ്തിയുമാണ്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലിൽ പതിക്കുന്ന രണ്ട് നദികളേ ഉള്ളൂ. ഒന്ന് നർമ്മദയും ഒന്ന് താപ്തിയും. അത് മഹാനദിയെക്കുറിച്ചാണെങ്കിൽ ഒഡീഷയിലാണ് മഹാനദി അല്ലേ, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന മഹാനദി. ഈ മഹാനദിയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് അണക്കെട്ട് എവിടെയാണ്? മഹാനദിയിലാണ്. അടുത്തത് നോക്കുക, കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകവുമാണ്. കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത് തമിഴ്നാടും കർണാടകവും തമ്മിലാണ്. പിന്നെ കാവേരി നദി അറിയപ്പെടുന്നത് ദക്ഷിണ ഗംഗ എന്നാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. അതുപോലെ കേരളവുമായൊരു ബന്ധമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആകെ 44 നദികളിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുകയും വെറും 3 കിഴക്കോട്ടൊഴുകുകയും ചെയ്യുന്നു അല്ലേ. വെറും 3 കിഴക്കോട്ടൊഴുകുന്നു. ഈ 3 നദിയും ആരുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് ഉത്ഭവിച്ച് കിഴക്ക് തമിഴ്നാട് ലക്ഷ്യം വെച്ചൊഴുകി കാവേരി നദിയിൽ ചേർന്ന് കാവേരിയുടെ പോഷക നദിയായി തീർന്നിരിക്കുന്ന കബനിയും ഭവാനിയും പാമ്പാറും കേരളത്തിൽ തന്നെ കിഴക്കോട്ടൊഴുകുന്ന ആകെ കൂടെയുള്ള 3 നദികളാണവ. അവ 3ഉം കാവേരിയുടെ പോഷക നദികളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാദമിയിൽ PSC പഠനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ച് കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ PSC അധ്യാപകർ നയിക്കുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു 90 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് എല്ലാ PSC എക്സാംസിന് വേണ്ടിയിട്ടും, അതുപോലെ ജേതാവ് എന്ന പേരിൽ 150 ദിവസത്തെ ഇനി വരാൻ പോകുന്ന 10th ലെവൽ മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരു പൂർണ്ണ പരിശീലനമായിട്ട് ജേതാവ് എന്ന പേരിലുള്ള ബാച്ച് കോഴ്സും ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് 20% വരെ ക്രെഡിറ്റ്സ് 20% വരെ ഡിസ്കൗണ്ട് നേടാവുന്നതാണ്. ഷാഫി സാറിൻ്റെ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% വരെയുള്ള ഡിസ്കൗണ്ടും, അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ്സ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 10% വരെയുള്ള ഡിസ്കൗണ്ടും, അങ്ങനെ ടോട്ടൽ 20% വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് കോഴ്സുകളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഷാഫി സാറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ, ഡെക്കാൻ ട്രാപ്പ് മേഖല അല്ലെ, ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത പരുത്തി മണ്ണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എന്നാണ് ഇത്രയും നാൾ കൂടുതലായിട്ട് PSC ചോദിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അത് റിഗറാണ്. ഇനി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പരുത്തിയാണ്. പിന്നെ മറ്റു ഓപ്ഷൻസ് നോക്കുക, റബ്ബർ അല്ലേ. റബ്ബർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് റബ്ബർ. റബ്ബർ ഒരു തോട്ടവിളയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമായ ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉള്ളത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് നമുക്ക് വളരെ പരിചിതമായ ചോദ്യമാണ്. ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ചെയ്യുന്നതും ഏത് തന്നെയാണ്? റബ്ബർ അല്ലേ. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ അത്തരത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾ ആ ഫാക്ട്സ് ഒന്ന് മനസ്സിലാക്കി വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നോക്കാം, നെൽകൃഷി അല്ലേ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്താണ്? എക്കൽ മണ്ണ് തന്നെയാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് എക്കൽ മണ്ണ് തന്നെയാണ്. പിന്നെ ഗോതമ്പ് കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ, ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവുൽപാദനം നടന്ന വിള ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗോതമ്പാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായ വിള ഏതാണ്? ആ കാർഷിക വിള അത്
ഗോതമ്പാണ്. പക്ഷേ ഇന്ത്യയിലെ പ്രധാന കാർഷിക വിള എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിള എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നെല്ലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ കാർഷിക വിള ഏതാണ്? അത് നെല്ല് തന്നെയാണ്. അപ്പോൾ പരുത്തിയെക്കുറിച്ച്, റബ്ബറിനെക്കുറിച്ച്, നെല്ലിനെക്കുറിച്ച്, ഗോതമ്പിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് നമുക്ക് ഏറ്റവും അറിയേണ്ട പോയിന്റ്സ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്